ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ 2-3-4 ദിവസം മുമ്പ് പച്ചച്ചാണകം പുളിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചതാട്ടോ. ഇത് നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം ഒഴിച്ചാൽ നല്ലൊരു വളമാണ്. പയറിനായാലും പയർ തൈകൾക്കൊക്കെ നല്ല ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്നത് വളർന്നു വരും. നല്ല കരുത്തും ഉണ്ടാവും ചെടികൾക്കൊക്കെ. അപ്പം ഞാനിപ്പോൾ പുതിയതായിട്ട് കുറച്ച് പയർ നട്ടിട്ടുണ്ട്, പയർ വിത്ത്. അപ്പോൾ അതെല്ലാം മുളച്ച് വന്നു, ചെറിയ ചെറിയ തൈകളായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഈ പച്ചച്ചാണകം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് വളർന്നോളുമല്ലോ. ഇതിനു മുമ്പ് ഒരു സെക്ഷൻ നട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പയറെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ നട്ടതാട്ടത്. ഞാനിതെല്ലാം ഒഴിച്ച് കൊടുക്കട്ടെ. ഭയങ്കര കീടത്തിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യും, കുറച്ച് വെളുത്തുള്ളി കഷായമില്ലേ, അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് പതിവ്. ഈ ചാണകം ഒഴിക്കുമ്പം ഈ പ്രാണികളൊക്കെ വരുന്ന പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്നറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. നമ്മുടെ പാവലാണ്. പാവൽ ആദ്യത്തെ പ്രാവശ്യം കായ്ച്ച പാവയ്ക്കൊക്കെ നല്ല പാവയ്ക്കായി വന്നു. പിന്നീലൊക്കെ ഈച്ച കൊത്തി. അതുകൊണ്ട് നമ്മൾ ചെറിയ പ്ലാസ്റ്റിക്, നമ്മൾ വെള്ളം കുടിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, അതിനകത്തേക്ക് ഈ പാവയ്ക്കയില ഇട്ട് വെച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് പാവയ്ക്ക നല്ലതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ ആവിച്ചിട്ട് അങ്ങോട്ട് ചീഞ്ഞും പോവുക. ഇത് നമ്മുടെ ചീരയാണേ. പ്രാവശ്യം നല്ലപോലെ ചീര ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പുഴു ഇല തിന്നുന്നുണ്ട്. അപ്പോൾ ആ ഇലയൊക്കെ ഞാൻ നുള്ളിക്കളയാം. കുറേ അവർക്കൊക്കെ പറിച്ചു കൊടുത്തു. ഇത് നമ്മുടെ വെള്ളരിക്കയാണേ. പക്ഷെ നല്ലപോലെ വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ 4 വെള്ളരിക്ക പറിച്ചു. അങ്ങനെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ കിട്ടും വെള്ളരിക്ക. നമ്മുടെ ആവശ്യത്തിനും നമ്മുടെ കുടുംബക്കാർക്കൊക്കെ കൊടുക്കാനുണ്ട് വെള്ളരിക്ക. ഇത് വെണ്ടയാണ്. അവിടെ ഒരു വെള്ളരിക്ക ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാനിങ്ങനെ പറിച്ചെടുക്കട്ടെ. എന്നിപ്പോൾ നമുക്ക് ഇത്രയും വെള്ളരിക്ക കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു സെക്ഷൻ പയർ നട്ടായിരുന്നെന്ന്. അപ്പോൾ ആദ്യം നട്ട പയറാണിത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇന്ന് കുറച്ച് പയർ, ഞാൻ കുറച്ച് പയർ പറിച്ചായിരുന്നു, ഇന്നില്ല പറിക്കാം. അപ്പോൾ ഉള്ളതൊക്കെ നമ്മൾ നുള്ളി പറിക്കുക. പയറും കോവയ്ക്കായും കൂടെ കറി വെച്ചാൽ നല്ലതാണല്ലോ. നമ്മളെല്ലാം പറിച്ചെടുക്കുവാണ്. പയറിനാണേലും ചാഴീൻ്റെ ശല്യമാണ്. ഇതാണ് നമ്മുടെ കോവലാട്ടോ. കോവലിൽ ഇപ്രാവശ്യം നല്ലപോലെ കായ ഉണ്ടായിട്ടുണ്ട്. കുറേ നമ്മൾ കുറച്ച് പറിച്ച് വിറ്റു. ഇനി എല്ലാം പറിച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.